ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചത്തെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാത്തിരുന്ന പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അശ്വിൻ്റെ റൂമിൽ ആ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ കിടക്കണ കാണുമ്പോഴേക്കും മനോരമ ഓടിപ്പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് മോഹനോട്, അതെ മോഹനേട്ടാ, ഞാൻ ഇന്നൊരു സംഭവം കണ്ടു. എന്താ കണ്ടത്? അതോ അശ്വിൻ്റെ ശ്രുതിയുടെ റൂമിലെ വള കൊടുക്കാൻ വേണ്ടി പോയതാ അഞ്ജയുടെ കൂടെ. ആ സമയത്ത് ബാൽക്കണിയിലെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പുതപ്പും തലവണയൊക്കെ ഇരിക്കുന്നു എന്ന് പറയാണ്. ഓ, അവരെങ്ങനെ ആ ബാൽക്കണിയിൽ നിന്നിട്ട് സംസാരിച്ചായിരിക്കും. എൻ്റെ മനോരമയെ, നിനക്ക് നിൻ്റെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യം എന്തിനാണ് നോക്കണത്, അന്വേഷിക്കണത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ അശ്വിൻ അത് കേൾക്കുക കേട്ടോ. മനോരമ പറയുന്നുണ്ട്, ഇല്ല മോഹനേട്ടാ, ഇതിലെന്തോ കാര്യമുണ്ട്, അവർ തമ്മിൽ എന്തോ രസക്കേടോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും, എൻ്റെ മനോരമ നിനക്കൊരു നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രയ്ക്ക് സംശയവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെ കുഞ്ഞിനെ ഇവിടെ ഉണ്ടല്ലോ, പോയി കുഞ്ഞിനോട് പോയി ചോദിക്കുക, അവൻ നിൻ്റെ എല്ലാ സംശയങ്ങളും മാറ്റിത്തരും. എന്താ ചോദിക്കുമ്പോൾ, ഓ ഈ മോഹനേട്ടനൊരു കാര്യം, ഷട്ടപ്പ് മോഹനേട്ട ഷട്ടപ്പ്, ഞാൻ എന്താ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ അശ്വിനെ കാര്യം മനസ്സിലായി മനോരമയ്ക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് അശ്വിൻ ഈ കാര്യം പറയാൻ വേണ്ടി റൂമിലേക്ക് വരുമ്പോഴേക്കും ശ്രുതി അവിടെ വേഗം തന്നെ ഒളിച്ചു പോയിട്ട് കർട്ടൻ്റെ സൈഡിൽ പോയി ഇരിക്കുകയാണ്. കാരണം ശ്രുതി അശ്വിൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അശ്വിൻ വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതിനെ അവിടെ കാണുന്നില്ല. ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കർട്ടൻ്റെ സൈഡിൽ ശ്രുതിയുടെ കാല് കാണുക കേട്ടോ. ഓ, ഇവിടെ വന്ന് നിൽക്കുവാണോ, ദേഷ്യം വന്നിട്ട് ശ്രുതിയുടെ പെട്ടെന്ന് തന്നെ അശ്വിൻ കയ്യിൽ കയറി പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നോക്കുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ ഷർട്ട് ഇട്ടേക്കുന്നത് അശ്വിൻ കാണുവാണ്. വഡ് എന്നിങ്ങനെ ഹെൽ എന്ന് പറയുന്ന മുമ്പ് വഡ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അശ്വിൻ സൈഡിൽ മനോരമേനെ കാണണം. മനോരമ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുക കേട്ടോ. മനോരമ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണത് കാണുമ്പോൾ തന്നെ അശ്വിൻ പെട്ടെന്ന് ശ്രുതി എടുത്തുള്ള ഭാവം മാറുവാണ്. ആ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ, ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു, ഇതെന്താ നീ ഇട്ടിരിക്കണത്, എൻ്റെ ഷർട്ടോ, എന്നെ പെട്ടെന്ന് നിനക്ക് ഓർമ്മ വന്ന് കാണുമല്ലേ, അതുകൊണ്ടായിരിക്കും എൻ്റെ ഷർട്ട് ഇട്ടേല്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇയാൾക്ക് ഇതെന്ത് പറ്റി, ഇയാളുടെ സ്വഭാവം എന്താ ഇങ്ങനെ എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്നാണ് ആ ഷർട്ടിൽ കുറച്ച് കുങ്കുമൊക്കെ കാണുന്നത്. അത് വേറൊന്നുമല്ല, ശ്രുതി ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ മുഖത്തിങ്ങനെ ഉരച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രുതിയുടെ നെറ്റിയിലെ സിന്ദൂരം ഷർട്ടിൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടച്ച് കളയാൻ വേണ്ടി ശ്രുതി പല പ്രാവശ്യം ഇങ്ങനെ നോക്കിയെങ്കിലും അത് കീറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ അശ്വിൻ നോക്കുമ്പോൾ ഷർട്ട് കീറിയിട്ടുമുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ, എൻ്റെ ഷർട്ട് നീ കീറിയോ, സാരമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ ഷർട്ട് വാങ്ങാമല്ലോ, നീ ഈ ഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ്. ശ്രുതി അന്തം വിട്ട് നിൽക്കുകയാണ്, ഇയാൾക്ക് ഇതെന്ത് പറ്റി എന്ന രീതിയിൽ. ശേഷം ശ്രുതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും, ആഹാ, നീ ഇതിൽ കുങ്കുമമാക്കിയോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അശ്വിന് മുമ്പിൽ ശ്രുതി കുറച്ച് അതായത് വായിൽ തുപ്പലെടുത്തിട്ട് ആ കുങ്കുമത്തിലിട്ട് ഉരക്കുക കേട്ടോ. അശ്വിന് ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കൈ തന്നെ മാറ്റുവാണ്. അതിനുശേഷം നീ ഇവിടെ ഇരിക്കുക, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുവാണ്. മനോരമ ഇതൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് ആ 2 വള അശ്വിൻ കയ്യിലേക്ക് എടുക്കുവാണ്. ശേഷം ശ്രുതിയുടെ കൈ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ ഒരു കൈയിലേക്ക് ഒരു വള ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും നിനക്കുള്ളതാണ്, ഇതെൻ്റെ അമ്മയുടെ വളയാട്ടോ, സ്പെഷ്യൽ വള, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേ വള എടുത്തിട്ട് മറ്റേ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിൻ അതായത് പേടിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അതിനുശേഷം മനോരമ മനസ്സിൽ വിചാരിക്കേണ്ടത്, അപ്പോൾ ഇതങ്ങനെ പ്രശ്നമൊന്നുമില്ലേ, എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുവാണ്. മനോരമ പോയെന്ന് മനസ്സിലാവുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ പതുക്കെ പിടിച്ച് തള്ളുവാട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്തതേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാവോ, ആ മനോരമ ആൻറ്റിക്ക് സംശയമുണ്ട് നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണോ എന്ന്. നിനക്ക് പുറത്ത് ബാൽക്കണി കിടന്നെങ്കിൽ ആ പുതപ്പും തലേണയൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചൂടെ, അവരത് കണ്ടിട്ടാ സംശയം ഇതെന്ന് പറയാണ്. മര്യാദയ്ക്ക് പുതപ്പും തലേണയൊക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്, ഇനി പുറത്ത് കിടക്കണ എല്ലാ സമയത്തും നീ അകത്ത് കൊണ്ടുവന്ന് വെക്കണം ഈ സാധനങ്ങളൊക്കെ, കേട്ടല്ലോ എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് ശ്രുതി മൂളുന്നുണ്ട്. അതിനുശേഷം അവിടെ ആൾക്കാരൊക്കെ വരുവാണ്. ശ്രുതിനെയും അതുപോലെ തന്നെ പ്രീതിനെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതെന്താ പ്രീതിയല്ലേ മരുമകൾ, അപ്പോൾ ശ്രുതി ഈ പെണ്ണിൻ്റെ അനിയത്തിയല്ലേ, ഇതെന്ത് സംഭവിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയേണ്ട, അത് പെട്ടെന്ന് ഒരു കല്യാണം അശ്വിൻ കഴിക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ, വേറെ കുഴപ്പമൊന്നുമില്ല, അവരെ കല്യാണം നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു, പെട്ടെന്ന് നടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ നടത്തി എന്താ പ്രശ്നം എന്നൊക്കെ അയൽക്കാർ ചോദിക്കുമ്പോൾ അത് കേട്ട് അശ്വിൻ ദേഷ്യപ്പെടാണ് അയൽക്കാർക്ക്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൂജയിൽ പങ്കെടുക്കുക, ചടങ്ങിൽ പങ്കെടുക്കുക, മരുമക്കളെ അനുഗ്രഹിക്കുക, പോവുക, ഇത്രയും ചെയ്താൽ മതി, ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് അശ്വിൻ പറയാണ്. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അയൽക്കാർ പറയണ്ട, നിങ്ങളുടെ ആ കൊച്ചുമകൻ എന്തൊരു അഹങ്കാരം
ആരുമാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു പുതിയ ഇതിലെ പിള്ളേരല്ലേ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറയണം. അങ്ങനെ ചടങ്ങൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെ മരുമക്കളെ കാണാൻ നല്ല ഭംഗിയായിട്ടോ, തങ്കം പോലത്തെ മരുമക്കളെയാണ് കിട്ടിയിരിക്കണത് എന്നൊക്കെ പറയാണ് മുത്തശ്ശിയെടുത്ത്. മുത്തശ്ശിക്ക് സന്തോഷമാവണം, അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാവാട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മായി വീട്ടിലേക്ക് അതായത് അശ്വിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മായി വരുന്ന കാണുമ്പോൾ തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലി വാ കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം അമ്മായി പറയണ്ട എനിക്ക് നിങ്ങളുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നാണം കെടുത്തിയല്ലോ ഒരുത്തി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അമ്മായി പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, വീട്ടിൽ കൊണ്ടുവന്ന ചടങ്ങുണ്ടല്ലോ അതിനു വേണ്ടി വന്നതാണെന്ന് പറയാണ്. പ്രീതിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞത് അതെങ്ങനെ പ്രീതിനെ മാത്രം കൊണ്ടുപോകും, ശ്രുതിനെയും കൊണ്ടുപോകണമല്ലോ ചടങ്ങ് പ്രകാരം. വേണ്ട മുത്തശ്ശി, അതെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് വേണ്ട സുഭദ്രാമേ, ഞാൻ പ്രീതിനെ മാത്രം കൊണ്ടുപോകുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി എവിടേക്ക് ഓടി വരിക. അമ്മായി വന്നോ, ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം മുകളിലേക്ക് പോകുകയാണ് ബാഗൊക്കെ എടുക്കാനായിട്ട്. ആ സമയത്ത് പ്രീതിയുടെ അടുത്ത് അമ്മായി പറയാണ് പ്രീതി നീ വരാൻ നോക്കുന്ന പറയുമ്പോൾ അയ്യോ ശ്രുതിനെയും കൂടി കൊണ്ടുപോകാം എന്ന് പ്രീതി പറയാണ്. ഇതേ നോക്ക് നീ വരുന്നുണ്ടെങ്കിൽ വാ അല്ലെങ്കിൽ ഞാൻ പോകുവാണെന്ന് പറയാണ്. അങ്ങനെ പ്രീതിയുടെ കയ്യും പിടിച്ച് അമ്മായി അവിടെ നിന്ന് പോവാട്ടോ. ശ്രുതി ബാഗൊക്കെ എടുത്തിട്ട് അവിടേക്ക് ഓടി വരുമ്പോഴേക്കും അമ്മായി പ്രീതിനെയും കൊണ്ട് പോയി കഴിഞ്ഞായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമമാവും കേട്ടോ. ശ്രുതിനും അതിൽ ചമ്മിയ പോലെ ആവും. ശ്രുതി അവിടെ അമ്മായി ഇവിടെയും ചോദിക്കുമ്പോഴേക്കും അമ്മായിയൊക്കെ പോയി എന്ന് മനോരമ പറയാണ്. നിന്നെ വേണ്ട, പ്രീതിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ മാത്രം കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വലുത് വിഷമം തോന്നുവാണ്. ഇതെല്ലാം തന്നെ അശ്വിൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വിനും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ശേഷം നമ്മുടെ ശ്രുതി വല്ലാത്ത വിഷമത്തിൽ മുകളിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ബാഗൊക്കെ എടുത്തല്ലേ വാ നിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. അപ്പോൾ മുത്തശ്ശിക്കും അതുപോലെ തന്നെ അഞ്ജലിക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുവാണ്. കാരണം ശ്രുതിനെ അശ്വിൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കുവാണല്ലോ, അപ്പോൾ അവരുടെ പിണക്കമൊക്കെ മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അശ്വിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ റോഡിൻ്റെ കുറച്ച് പകുതി റോഡ് എത്തുമ്പോഴേക്കും ശ്രുതിനെ റോട്ടിൽ ഇറക്കി വിട്ടിട്ട് പറയുന്നുണ്ട് ഇവിടെ നീ ഒറ്റയ്ക്ക് നിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി, ഞാൻ നിൻ്റെ വീട്ടിലേക്കൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ അവിടെ നിർത്തിയിട്ട് പോകുക. ശ്രുതി വല്ലാതെ വിഷമിച്ചിട്ട് ശ്രുതിനെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ ആരും ശ്രുതിനെ അകത്ത് പോലും കയറ്റില്ല. ശ്രുതിനെ വല്ലാതെ മോശപ്പെട്ട രീതിയിലാണ് അമ്മയൊക്കെ സംസാരിക്കുന്നത്. ശ്രുതിനെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. അതിനുശേഷം ശ്രുതി മനസ്സ് വേദനിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതി പോകുമ്പോൾ തന്നെ പ്രീതി അശ്വിനെ വിളിക്കുന്നുണ്ട്. അതേ ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, മനസ്സ് വേദനിച്ച് ഇറങ്ങിയേക്കണത്. അശ്വിൻ സാറിനെ വിളിക്കുന്നത് കണ്ടായിരുന്നല്ലോ ഫോണിൽ, അശ്വിൻ സാർ വന്ന് കൊണ്ടുപോയല്ലോ അല്ലേ, അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ അശ്വിനെ കാര്യം മനസ്സിലായി, ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ അശ്വിൻ ശ്രുതിനെ അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെടുവാട്ടോ. ശ്രുതി അമ്പലത്തിൽ ഇരിക്കുകയായിരിക്കും. കാരണം ശ്രുതിയുടെ കയ്യിൽ ബസ് കാശോ വണ്ടി കാശോ ഒന്നും തന്നെയില്ല. വീട്ടിൽ പോകണോ അശ്വിൻ്റെ വീട്ടിൽ പോകണോ ഒന്നും അറിയാതെ ശ്രുതി അവിടെ നിൽക്കുമായിരിക്കും. അശ്വിൻ തിരിച്ച് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. വീട്ടിലെത്തിയതിനു ശേഷം ശ്രുതി പറയുന്നുണ്ട് എനിക്ക് മടുത്ത്, നിങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മടുത്ത്, ഇത് വെറും അഭിനയമാണെന്ന് ഞാൻ ഈ വീട്ടിൽ എല്ലായിടത്തും പറയാൻ പോകുക എന്നൊക്കെ ശ്രുതി ഇങ്ങനെ അശ്വിനോട് പറയുകയും ചെയ്യും. ആ സമയത്ത് അശ്വിനെ ദേഷ്യം കൊണ്ട് അശ്വിൻ പറയുന്നുണ്ട് നീ ആ കാര്യം ഇവിടെ എല്ലായിടത്തും പറയുവാണെങ്കിൽ നിൻ്റെ ചേച്ചി ഇവിടെ സുഖമായിട്ട് ജീവിക്കില്ല, നീയും നിൻ്റെ ചേച്ചിയും കൂടി ഇപ്പം തന്നെ പടി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊമോയിൽ ഫുള്ളും കാണിച്ച ഭാഗത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.